Here in the part 2 section of the maximum minimum problem, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേർഡ് പ്രോബ്ലംസ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ഫംഗ്ഷൻ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഡയറക്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് എത്തിക്കാം? അപ്പോൾ ജസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ ജസ്റ്റ് ഫോളോ ചെയ്ത് പോവുക. റീഡ് ദി പ്രോബ്ലം കെയർഫുള്ളി, ഗിവ് നെയിംസ് ടു എനി അൺനെയിംഡ് റിലവൻറ്റ് വേരിയബിൾസ് ആൻഡ് നോട്ട് എനി റിലേഷൻ എമോങ് ദം. വേരിയബിൾസ് എന്തൊക്കെയാണ്, എന്തിലാണ് ഫംഗ്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്, അതിനൊക്കെ ഒരു വേരിയബിൾസ് പേര് കൊടുക്കുക. ആ റിലേഷൻ, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ ഡ്രോ എ ഫിഗർ ഇഫ് വൺ ഈസ് അപ്രോപ്രിയേറ്റ്. വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മോഡൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. ഐഡൻറ്റിഫൈ ദ ക്വാണ്ടിറ്റി ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ്. എന്താണ് നമുക്ക് മാക്സിമം ചെയ്യേണ്ടത്, മിനിമം ചെയ്യേണ്ടത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. മേക്ക് ഷുവർ ദാറ്റ് ദി റെലവൻറ്റ് ആൻഡ് ഇറലവൻറ്റ് ഇൻഫർമേഷൻസ് ആർ ക്ലിയർലി ഡിസ്റ്റിങ്ക്വിഷ്ഡ്. റെലവൻറ്റ് ഇൻഫർമേഷനും ഇറലവൻറ്റ് ഇൻഫർമേഷനും ആക്കുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ സോൾവിങ് ദ പ്രോബ്ലം. റൈറ്റ് ദി ക്വാണ്ടിറ്റി ടു ബി മാക്സിമൈസ്ഡ് ഓർ മിനിമൈസ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വൺ ഓഫ് ദി അതർ വേരിയബിൾസ് ഇൻ ദി പ്രോബ്ലം. മാക്സിമം ഓർ മിനിമം ചെയ്യേണ്ട ഫംഗ്ഷൻ്റെ ആ ഫംഗ്ഷൻ എഴുതുക. വേരിയബിൾസ് നമ്മൾ എഴുതുക. രണ്ട് വേരിയബിൾസിലാണ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റിലേഷൻസ് രണ്ട് വേരിയബിൾസും തമ്മിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് അതിനെ ഒറ്റ വേരിയബിളാക്കി മാറ്റുക. പിന്നെ റെസ്ട്രിക്ഷൻസ്, അതായത് നമ്മുടെ ഡൊമൈൻ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഡൊമൈൻ പോയിൻറ്റ്സ് ആയിട്ടുള്ള എൻ പോയിൻറ്റ്സിലേക്കൊക്കെ ആക്ച്വലി വരുന്നത്. മാക്സിമം മിനിമം നമ്മൾ മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിച്ചത് പ്രകാരം ചെയ്യുക. എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ദി ആൻസർ ഇൻ വേർഡ്സ്. ആൻസർ ഇൻ വേർഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, വേർഡ്സിൽ ആൻസർ ചെയ്യുക. ഒരു പ്രോബ്ലം നോക്കാം. എ ഷെപ്പേർഡ് lives on a straight coastline and has 500 meters of fencing with which to enclose his sheep. Assuming that he uses the coastline as one side of a rectangular enclosure, what dimension should be the rectangle have? What dimension should the rectangle have in order that the sheep have the largest possible area in which to gaze? ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളിവിടെ എന്താണ് നോക്കുക, വാട്ട് ഡൈമെൻഷൻ ഷുഡ് ബി ദ റെക്റ്റാങ്കിൾ have in order that sheep have the largest possible area in which to graze. അതായത് ഈ ഷീപ്സിന് ഗ്രേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാക്സിമം എന്തായിരിക്കണം? ആക്ച്വലി എല്ലാം ഒരു റെക്റ്റാങ്കിൾ ഏരിയയുടെ ഇവിടെ ഏരിയയാണ് ഫംഗ്ഷൻ. ഏരിയയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. ഏരിയ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ്റെ പ്രോബ്ലത്തിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഷീപ്പിന് എന്താവും, കൂടുതൽ ഗ്രേസ് ചെയ്യാൻ പറ്റും. നമ്മളിത് പിക്ചർ വരച്ച് കഴിഞ്ഞാൽ എൽ ആൻഡ് ഡബ്ല്യു ഡിനോട്ട് ദി ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ. എൽ ഡബ്ല്യു ആണ് ലെങ്ത്തും വിഡ്ത്തും. ആക്ച്വലി ഇവിടെ നമുക്ക് ഏരിയയാണ് നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഏരിയയ്ക്ക് വേണ്ട ക്വാണ്ടിറ്റീസ് എന്നാണ് നമുക്കറിയാം. These equations are related by the equation LW is equal to A and എന്താണ് ഇവിടെ അടുത്തത് തന്നിട്ടുള്ളത്, L plus 2W is equal to 500. അതെങ്ങനെ നമുക്ക് ആക്ച്വലി കിട്ടുന്നു? സിൻസ് there were 500 meters of fencing available. ആക്ച്വലി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണ്? കോസ്റ്റ് ലൈനിൽ 500 meters ഓഫ് ഫെൻസിങ് ആണ് നമുക്കിവിടെ ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ലൈൻ ഓഫ് ദി പ്രോബ്ലം നോക്കുക. A shepherd lives on a straight coastline and has 500 meters of fencing with which to enclose his sheep. ഇത്രയാണ് നമുക്ക് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ളത്. നോക്കൂ, ആക്ച്വലി ഇത്രയാണ് നമുക്ക് ഫെൻസിങ്ങിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ്
എൽ എന്ന് പറയുന്നത് ഇതാണ്, ഡബ്ല്യു ഇതാണ്. ഡബ്ല്യു പക്ഷെ ഇവിടെ ആക്ച്വലി എത്ര വരുന്നു? 2 തവണ ആക്ച്വലി വരുന്നു. എൽ ആൻഡ് ഡബ്ല്യു, ഇതാണ് കോസ്റ്റ് ലൈൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സി ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരൊറ്റ എല്ല് നമ്മൾ എടുക്കുന്നു, ഒരു ഡബ്ല്യു എടുക്കുന്നു, വീണ്ടും ഈ ഒരു സെക്ഷൻ. ഇങ്ങനെയാണ് ആക്ച്വലി ഫെൻസിങ്ങിന് പോകുന്നത്. അപ്പോൾ എൽ പ്ലസ് 2W അതെന്ന് പറയുന്നത് മാക്സിമം 500 മീറ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എൽ പ്ലസ് 2W എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു സെക്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു സെക്ഷൻ നമ്മൾ യൂസ് ചെയ്തു, ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്തു. 2W പ്ലസ് എൽ, ദാറ്റ് ഇസ് എൽ പ്ലസ് 2W ഈസ് ഈക്വൽ ടു 500. അവിടെ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുന്നു? ഐദർ എല്ലോ അല്ലെങ്കിൽ ഡബ്ല്യൂയിലോ നമുക്കിവിടെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. അത് ആക്ച്വലി എവിടെ കൊടുക്കുന്നു? ഏരിയയിലേക്ക് കൊടുക്കുന്നു. നമുക്ക് വേണ്ടത് ഏരിയ മാക്സിമൈസ് ചെയ്യാണ്. യു വാണ്ട് ടു മാക്സിമൈസ് ഏരിയ, എന്നാലാണ് ഗേസിങ്ങിന് മാക്സിമം സ്ഥലം കിട്ടുക. സോ വി റൈറ്റ് ഇറ്റ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എൽ. എൽ എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് ആക്ച്വലി ഉപയോഗിക്കുന്നതെങ്കിൽ എൽ ഈസ് ആക്ച്വലി ഈക്വൽ എ ഈസ് ഈക്വൽ ടു എൽ ഡബ്ല്യു. ഡബ്ല്യുവിനെ നമുക്ക് എല്ലിലേക്ക് മാറ്റാം. വാട്ട് ഈസ് ദാറ്റ്? എൽ പ്ലസ് 2W ഈസ് ഈക്വൽ ടു 500. എൽ ഈസ് ഈക്വൽ ടു 500 മൈനസ് 2W. എൽ ഈസ് ഈക്വൽ ടു 500 മൈനസ് 2W. നമുക്ക് ഫംഗ്ഷൻ എല്ലിലോ അല്ലെങ്കിൽ ഡബ്ല്യൂയിലേക്കോ മാറ്റാം. ഇവിടെ എല്ലിന് പകരം ഏത് റീപ്ലേസ് ചെയ്യുന്നു? 500 മൈനസ് 2W റീപ്ലേസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എൽ ഡബ്ല്യു, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 മൈനസ് 2W ഇൻറ്റു ഡബ്ല്യു, ദാറ്റ് ഈസ് ഈക്വൽ ടു 500W മൈനസ് 2W സ്ക്വയർ. ദാറ്റ് ഈസ് 500W മൈനസ് 2W സ്ക്വയർ. 500W മൈനസ് 2W സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആക്ച്വലി ഇത് നമുക്ക് ഈ ഫംഗ്ഷനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം. ഈ റെസ്ട്രിക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. വാട്ട് ഈസ് റെസ്ട്രിക്ഷൻ? ദ റെസ്ട്രിക്ഷൻ ഓൺ W ഈസ് വാട്ട്? 0 ലെസ് ദാൻ W ലെസ് ദാൻ 250. ക്ലിയർലി ഓൺലി എ നോൺ നെഗറ്റീവ് W ക്യാൻ ബി മീനിങ് ഫുൾ. വിത്ത് എപ്പോഴും നോൺ നെഗറ്റീവ് ആയിട്ടാണ് മീനിങ് ഫുൾ ആവുന്നത്. And W cannot be more than 250 or else L would be negative. W എന്താകാൻ പാടില്ല? 250ക്ക് മേലെ ആകാൻ പാടില്ല. 250ക്ക് മേലെ ആയാൽ ലെങ്ത് നെഗറ്റീവ് ആവും. 250ക്ക് മേലെ ആയാൽ ലെങ്ത് നെഗറ്റീവ് ആവും. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടുത്തെ റേഞ്ച് 0 to 250 വരുന്നത്. ഇനി നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് നോക്കുക. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 500W മൈനസ് 2W സ്ക്വയർ ഓൺ 0 to 50. ദെൻ വി കമ്പ്യൂട്ട്. എന്ത് കമ്പ്യൂട്ട് ചെയ്യുന്നു? ഡി എ ബൈ ഡി ഡബ്ല്യു. ഡെറിവേറ്റീവ്സ് ഇവിടെ വേരിയബിൾ ഡബ്ല്യു ആണ്. അപ്പോൾ ഡി എ ബൈ ഡി ഡബ്ല്യു കണ്ടുപിടിക്കുന്നു. അത് 0 എന്ന പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ആക്ച്വലി ഏത് കിട്ടുന്നു? ഡി സ്ക്വയർ എ ബൈ ഡി ഡബ്ല്യു സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ -4. ദാറ്റ് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പ്രകാരം നമുക്ക് 125 മാക്സിമം കിട്ടും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവും ക്രിട്ടിക്കൽ പോയിന്റ്സിൽ അവിടെ പോയതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം ആയിരിക്കും. അപ്പോൾ മാക്സിമം പോയിന്റ്സ് എവിടെയാണ് നമുക്ക് കിട്ടും? ഡബ്ല്യു ഇത് ആക്ച്വലി ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ W ഈസ് ഈക്വൽ ടു 125 എന്ന് കിട്ടും. ആക്ച്വലി നമുക്ക് മാക്സിമം ഒക്കേഴ്സ് വെൻ W ഈസ് ഈക്വൽ ടു 125. W 125 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് L? 500 മൈനസ് 2W. ദാറ്റ് ഈസ് ഈക്വൽ ടു 500 മൈനസ് 250. ദാറ്റ് ഈസ് ഈക്വൽ ടു 250. A rectangle should be 250 meters long in the direction parallel to the coastline and 125 meters in the direction perpendicular to the coastline. നമുക്ക് ആക്ച്വലി ആൻസർ കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ആൻസർ കണ്ടുപിടിക്കുക. ഇതാണ് പ്രോബ്ലത്തിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഇല്യൂമിനേഷൻ ഫ്രം എ പോയിന്റ് ലൈറ്റ് സോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇൻറ്റൻസിറ്റി ഓഫ് ദി സോഴ്സ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി square of the distance from the source to the point of observation. Given 2 point sources 10 meters apart with one source 4 times as intense as the other. ഒരു സോഴ്സ് എന്ന് പറയുന്നത് 4 ടൈംസ് ആണ്. Find the darkest point on the line segment joining the sources. ഡാർക്കസ്റ്റ് പോയിന്റ് ആണ് നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. ഡാർക്കസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇവിടെ ആക്ച്വലി എന്താണ്? മിനിമം ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ പ്രോബ്ലം എന്താണെന്ന് നോക്കുന്നു. We place the first source at x is equal to 0 and second source, രണ്ട് സോഴ്സ് നമ്മൾ വെക്കുന്നു. 10 meter apart ആണെന്ന് നമ്മളിവിടെ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞു. Denote I1 and I2 be the intensities of the two intensities points. ഇതിൻ്റെ ഈ സോഴ്സിൻ്റെ I1 ഈ സോഴ്സിൻ്റെ I2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ തന്നിട്ടുണ്ട് ആക്ച്വലി I2 is equal to 4 times I1. I2 is equal to 4 times I1 തന്നിട്ടുണ്ട്.
illumination at x from the first source. And L1 എന്ന് പറയുന്നത് എക്സിൽ നിന്ന് illumination at x from the first source. Let L1 be the illumination at x. ഇവിടെ നടക്കുന്ന illumination ആണ് L1 എന്ന് സൂചിപ്പിക്കുന്നത്. ഇവിടുന്ന് ഈ സെക്കൻഡ് സോഴ്സിൽ നിന്ന് വരുന്ന എക്സിലേക്കുള്ള illumination ആണ് L2 എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ടോട്ടൽ അവിടെ എക്സിൽ വരുന്ന ടോട്ടൽ എന്ന് പറയുന്ന ടോട്ടൽ illumination എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആദ്യത്തെ സോഴ്സിനുള്ള illumination പ്ലസ് സെക്കൻഡ് സോഴ്സിലുള്ള illumination ക്ലിയർ ആണ്. ദാറ്റ് ഈസ് L is equal to L1 plus L2 is the total illumination. It is given that I2 is equal to 4I1. അതായത് 4 ടൈംസ് ആണെന്ന് ആക്ച്വലി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം L1 is equal to proportional to KI1 by x square. KI1 by ഇത്രയും ഡിസ്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I1. ഇപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു കോൺസ്റ്റന്റ് K ചേർക്കുന്നു, KI1 by x square. സെക്കൻഡ് L2 എന്ന് പറയുന്നത് ഇത്രയും എക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇത്രയും 10 ആണ്, ഇത്രയും എക്സ് ആണ്. ദിസ് ഇസ് 10 മൈനസ് എക്സ്, ദാറ്റ് ഈസ് KI2 by 10 മൈനസ് എക്സ് സ്ക്വയർ. 10 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബ്ലം നിർത്തും. നമുക്ക് എന്താണ് ഡാർക്കസ്റ്റ് പോയിന്റ് ആണ്. ഡാർക്കസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി കുറയണം, ഇല്യൂമിനേഷൻ കുറയണം. ദാറ്റ് ഈസ് മിനിമൈസ്. യു വാണ്ട് ടു മിനിമൈസ് ചെയ്യുന്നു എന്തിനെ? ഇല്യൂമിനേഷൻ. L is equal to L1 plus L2, ദാറ്റ് ഈസ് എന്താക്കുന്നു? KI1. That is KI1. What is I2? I2 is equal to 4I1. അതുകൂടെ നമ്മൾ I2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫംഗ്ഷനെ നമ്മൾ എന്താക്കുന്നു? I1ലേക്ക് മാറ്റുന്നു. ദാറ്റ് ഈസ് KI1 ഇൻറ്റു 1 by x സ്ക്വയർ. 1 by x സ്ക്വയർ ആദ്യത്തെ പാർട്ടിലെ 1 by x സ്ക്വയർ, രണ്ടാമത്തെ പാർട്ടിലെ I2 എന്ന് പറയുന്നത് 4I1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി 4 വരുന്നത്. 4 divided by 10 minus x സ്ക്വയർ ചെയ്യുന്നു. Then since the point is in between the sources, we must have ഇപ്പോൾ എന്തായിരിക്കണം? പോയിന്റ് എന്ന് പറയുന്നത് 0ക്കും 10നും ഇടയ്ക്കായിരിക്കണം. ഇതിൻ്റെ എവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ആക്ച്വലി എക്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആക്ച്വലി ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്നു. ദാറ്റ് ഈസ് 2KI1 മൈനസ് 1 by x ക്യൂബ് പ്ലസ് 4 by 10 മൈനസ് എക്സ് ക്യൂബ്. ഇത് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സ്. മീൻസ് ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കേഴ്സ് വെൻ ക്രിട്ടിക്കൽ പോയിന്റ് എന്താണ്? ആക്ച്വലി ഇത് രണ്ടും 0 ആവുന്ന പോയിന്റ്സ് ആണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 by 10 minus x all cube is equal to 1 by x cube. That is 10 minus x by x is equal to 4 into cube root. That is 10 minus x minus 4 cube root into x is equal to 0. ഇത് 0 ആണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുക എന്ന് പറഞ്ഞാൽ x എന്ന് പറയുന്നത് 10 divided by 1 plus cube root 4 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. Thus there is one critical point. We use the first derivative test to determine if it is maximum or minimum point. It suffices to check the sign of the derivative at a point on each side. അതായത് നമുക്കറിയാം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇവിടെ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് കോംപ്ലക്സ് ആയിട്ട് ഫംഗ്ഷൻ എഗെയിൻ ഡെറിവേറ്റീവ് ഇടുമ്പോൾ എഗെയിൻ ഇത് കോംപ്ലക്സ് ആവുകയാണ് ഫംഗ്ഷൻ. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള പോയിന്റ്സിലെ വാല്യൂസിലൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെക്സ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും പ്രകാരം L' of x എന്ന് പറയുന്നത് ആ പോയിന്റ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തൊട്ട് രണ്ട് പോയിന്റ്സ് വിതൗട്ട് കാൽക്കുലേറ്റിംഗ് ദിസ് എക്സ്പ്ലിസിറ്റ്ലി വി ക്യാൻ സീ ദാറ്റ് ദി ടേം -1 by ഈ ഒരു ടേംസ് ഒക്കെ ആക്ച്വലി നെഗറ്റീവായിട്ട് പോകുന്നു, കുറേ ഹയറായിട്ട് പോകുന്നു. ഇതായിരിക്കും കൂടുതൽ ഹയറായിട്ട് വരുന്നത്, ഇത് കുറവായിരിക്കും. അപ്പോൾ ആക്ച്വലി നെഗറ്റീവായിട്ട് വരുന്നത് L' of x is less than 0. ആൻഡ് എക്സിൻ്റെ തൊട്ട് പോസിറ്റീവ് വശത്തിലേക്ക് പോകുമ്പോൾ എക്സിൻ്റെ തൊട്ട് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു പോയിന്റാണ് നമ്മൾ ആക്ച്വലി ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നു? സെക്കൻഡ് ടേം എന്താകുന്നു? ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്തിട്ട് L' of x ഇവിടെ പോസിറ്റീവ് ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ L' സൈന് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നു, നെഗറ്റീവ് സ്ലോപ്പിൽ നിന്ന് പോസിറ്റീവ് സ്ലോപ്പിലേക്ക് ചെയ്യുമ്പോൾ ആക്ച്വലി അവിടെ എന്തുണ്ടാകുന്നു? മിനിമം പോയിന്റ് ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ പോയിന്റ് x0 is equal to 10 by 1 plus 4 ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഒരു മിനിമം പോയിന്റ് ആയിട്ട് ആക്ച്വലി മാറുന്നു. അപ്പോൾ ഡാർക്കസ്റ്റ് പോയിന്റ് ഈ ഒരു പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3.86 എന്ന് പറയുന്ന ആ ഒരു ഡാർക്കസ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് ആൻസർ കിട്ടുന്നു. And it is interesting to compare the distance of the darkest point
ഫ്രം ദി ടു സോഴ്സ്. റേഷ്യോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യും. അതാണ് ഇവിടെ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആക്ച്വലി കണ്ടോ, ഇതിൻ്റെ ആക്ച്വലി ഒരു ലെഫ്റ്റ് പോയിന്റും ഇതിൻ്റെ ആക്ച്വലി ഒരു റൈറ്റ് പോയിന്റും എടുത്തിട്ട് അവിടെ നമ്മൾ ഡെറിവേറ്റീവ് ചെക്ക് ചെയ്യാണ്, സൈൻ ചേഞ്ച് ഉണ്ടോ, ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഇവിടെ യൂസ് ചെയ്യാത്തത് ഫംഗ്ഷൻ ഇങ്ങനെ കോംപ്ലക്സ് ആയതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തൊരു പ്രോബ്ലം, ഗിവൺ 4 numbers a b c d, find a number x which best approximates them in the sense that the sum of the squares of the difference between x and each of the 4 number is as small as possible. അതായത് 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്രോക്സിമേറ്റ് ചെയ്യാനാണ്. ഈ ഒരു എക്സ് എന്ന് പറയുന്നത് ഈ 4 നമ്പേഴ്സുമായിട്ട് ഡിഫറൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ അതായത് എക്സും ഈ 4 നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഫംഗ്ഷൻ. എന്നിട്ട് നമുക്ക് എന്താണ് ചോദിച്ചത്? ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബെസ്റ്റ് അപ്രോക്സിമേഷൻ നമുക്ക് ജസ്റ്റ് ആ ഫംഗ്ഷനെ നമ്മൾ ബെസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് നമ്മൾ മിനിമൈസ്, ഫംഗ്ഷൻ വാല്യൂ കുറയുക എന്നുള്ളതാണ്, മിനിമൈസ്, കൂടാൻ പാടില്ല. അപ്പോൾ എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി നമ്പർ എടുക്കുന്നു, അത് എല്ലാത്തിൻ്റെ ഡിഫറൻസ് എടുത്ത് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. എക്സ് മൈനസ് എ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ബി സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് സി സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ഡി സ്ക്വയർ. ദിസ് ഈസ് ആക്ച്വലി വൈ. ദെൻ സ്റ്റെപ്പ് 2 നമ്മൾ എന്ത് ചെയ്യുന്നു? y ഈസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ ഒന്നും തന്നിട്ടില്ല. ദെൻ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നു. ദെൻ dy ബൈ ഡി എക്സ് 0 ആവുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു 1/4 a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി. ആക്ച്വലി എന്താണ്? അരിത്തമെറ്റിക് മീനാണ്. എല്ലാം സം ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അരിത്തമെറ്റിക് മീനാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇനി അഗെയിൻ നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവാണ്, ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കെ പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ആക്ച്വലി ഒരു മിനിമം കിട്ടുന്നു. 1/4 a പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി ആണ് ആക്ച്വലി എക്സ് എന്ന് പറയുന്ന പോയിന്റ്, അവിടെ മിനിമം കിട്ടും. ഇതാണ് നമ്മുടെ പ്രോബ്ലം.